ബിൽ എന്താ എന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ബില്ല് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇനി അതുമല്ല, നിങ്ങളുടെ ബില്ലിൽ നിങ്ങളുടെ ലീഗൽ ഹെയർസ്, സപ്പോസ് ഭാര്യ, കുട്ടികൾ, ലീഗൽ ഹെയർസിനെ ഇൻക്ലൂഡ് ചെയ്യാതെ മറ്റൊരു വ്യക്തിക്കാണ് നിങ്ങളുടെ മരണശേഷം സ്വത്തുക്കൾ കൈമാറണം എന്ന് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അത് വാലിഡ് ആണോ? അത് കോടതിയിൽ നിലനിൽക്കുമോ? അതിനെക്കുറിച്ച് അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വിൽ എന്നത് ഒരാൾ മരിച്ചതിന് ശേഷം തൻ്റെ സ്വത്തുക്കൾ എങ്ങനെ വിഭജിക്കണം എന്ന് കാണിക്കുന്ന രേഖയാണ് വിൽ എന്ന് പറയുന്നത്. പാർവതി നായർത്തി വേഴ്സസ് ലക്ഷ്മി നായർത്തി കേസിലെ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ബില്ലിൻ്റെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല എന്നുള്ളത്. സോ അതുകൊണ്ട് ബില്ല് രജിസ്റ്റർ ചെയ്താലും രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും വാലിഡിറ്റി ഉണ്ട്. അതുകൂടാതെ ഈ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ലീഗൽ ഹെയർസിനെ ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആ ബില്ല് ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. ലീഗൽ ഹെയർസിന് നമ്മൾ സ്വത്തുക്കൾ കൈമാറിയില്ല എന്ന് പറഞ്ഞ് ആ ബില്ല് അസാധു ആവത്തില്ല. സോ അതുകൊണ്ടൊരു ബില്ല് രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ജെന്യൂനിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൂടാതെ തന്നെ ലീഗൽ ഹെയർസിനെ ബില്ലിൽ ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ബില്ല് ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിൽ എന്നാൽ സ്വാഭാവിക അവകാശക്രമം മാറ്റാൻ വേണ്ടിയാണ്, അല്ലാതെ അത് അനുകരിക്കാൻ വേണ്ടിയല്ല.